ഞാൻ ഡോക്ടർ MP മണി. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് അറിയപ്പെടുന്ന ഒരു പ്രാദേശിക നേതാവ് നാട്ടിൽ മരിച്ചപ്പോൾ അത് ഒരുപാട് പേര് ചർച്ച ചെയ്തു. കാരണം അദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമായിട്ടില്ല, ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി ആശുപത്രിയിൽ. പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് അതിന് കാരണം? അപ്പം ഞാനതിന് ഒറ്റ മറുപടി, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഒറ്റ മറുപടി കൊടുക്കാറുള്ളൂ. ഈ രോഗവും ചികിത്സയും തമ്മിൽ ബന്ധപ്പെടുന്നില്ല. രോഗനിർണയം ചികിത്സയും ശരിയായ രീതിയിലാണെങ്കിൽ, രോഗവും ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, ഏറ്റവും പുതിയ അറിവുകളനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ രോഗം മാറും. നമ്മൾ പലരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു വിഷയമാണ്, എന്താണ് രോഗം മാറാത്തത്, ചികിത്സിച്ച് മാറുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, രോഗം ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിൽ യോജിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് അദ്ദേഹത്തിന് വിശദീകരിച്ച് കൊടുത്തു. അപ്പോൾ ഇത്തരം കേസുകൾ ഇപ്പോഴും ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മൾ കേൾക്കാറില്ല, മറ്റേ പക്ഷാഘാതം, തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മളാരും ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ ദുഃഖസത്യമാണ്. ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും പുതിയ അറിവുകൾ പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഗുരുതരാവസ്ഥകൾക്ക് കാരണമാകുന്നത് വാക്കകത്തുണ്ടാകുന്ന അണുബാധകളാണ്. വാക്കകത്ത് അണുബാധകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് വളരെ നിസ്സാരമായിട്ടാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ഏതോ ജീവകങ്ങളുടെ കുറവാണ്, ഇത് വായ്പുള്ളാണ്, മോണവേദനയാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. വാക്കകത്ത് തൊലി പോകുമ്പോൾ, വ്രണങ്ങളുണ്ടാകുമ്പോൾ, കുരുക്കളുണ്ടാകുമ്പോൾ, മോണ വീകുമ്പോൾ, ഇതെല്ലാം അണുബാധകളാണ്. ബഹുഭൂരിപക്ഷം പേരിൽ ഇത് അണുബാധകൾ മൂലമാണ് ഉണ്ടാകുന്നത്. ഈ അണുബാധകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, വാക്കകത്തുള്ള അണുബാധകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് ഈ ധമനികളിൽ രക്തം കട്ട പിടിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. വേറൊരു ഘടകം പറയുന്നത്, പ്രമേഹ രോഗികളിൽ വാക്കകത്ത് അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ അത് കഴിക്കുന്ന മരുന്നുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല, രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രണ വിധേയമാകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രമേഹത്തിൻ്റെ നില വഷളാവും, അവിടെ വേറെ രോഗങ്ങളുണ്ടാവും, വേറെ മരുന്നുകൾ കഴിക്കേണ്ടി വരും. ഇതിനേക്കാളൊക്കെ ഗുരുതരമായൊരു കാര്യം പറയുന്നത്, പ്രമേഹ രോഗികളിൽ വാക്കകത്തുണ്ടാകുന്ന അണുബാധകൾ അവരിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഗുരുതരാവസ്ഥയിൽ പറയുന്നത്. വേറെ ഒരു രസകരമായ കാര്യം പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിൽ അംഗവൈകല്യമുള്ള കുട്ടികൾ ഒരുപാട് ജനിക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ നേരത്തെ മാസം തികയാതെ പ്രസവിക്കുന്നുണ്ട്. ഇതിനും പലരിലും ബഹുഭൂരിപക്ഷം കാരണമാകുന്നത് ഈ വാക്കകത്തുണ്ടാകുന്ന അണുബാധകളാണെന്നാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് നേരത്തെ തൊട്ട് പറയുന്നൊരു തമാശയുണ്ട്. ഒരാൾക്ക് അതിശക്തമായ പല്ലുവേദന വന്നു. അങ്ങേര് മരുന്ന് കടയിൽ പോയിട്ട് പല്ലുവേദനയ്ക്കുള്ള ഗുളിക വാങ്ങി കഴിച്ചു. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കിടന്ന് മരിച്ചു എന്നാണ്. കാരണം നമ്മൾ ഈ വാക്കകത്തുണ്ടാകുന്ന ഈ അണുബാധകൾ, ഇപ്പം മോണ വീങ്ങുമ്പോൾ അത് പല്ലുവേദനയായിട്ട് അങ്ങനെ കണക്കാക്കരുത്. വാക്കകത്തുണ്ടാകുന്ന ഏത് പ്രശ്നമായാലും അത് സ്വയം കൈകാര്യം ചെയ്യുക, അത് തെറ്റാണ്. സ്വയം രോഗനിർണയം നടത്തുന്നതും സ്വയം കൈകാര്യം ചെയ്യുന്നതും ശരിയല്ല. അത് കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകാവുന്നതാണ്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വാക്കകത്ത് പോലെ വായ്പുണ്ട്, ശക്തമായ മോണവേദന, വ്രണങ്ങൾ, ഇതൊക്കെ വരികയാണെങ്കിൽ എത്രയും നേരത്തെ അടുത്തുള്ള ഒരു ഡോക്ടർ, ഏതെങ്കിലും ഒരു ഡോക്ടർ, ആയുർവേദോ അലോപ്പതിയോ ഹോമിയോപ്പതി, ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് അദ്ദേഹം എന്തെങ്കിലും പരിശോധനകൾ പറയുകയാണെങ്കിൽ അത് അനുസരിക്കണം. എന്നിട്ടത് ഏറ്റവും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ഒരുപാട് ഹൃദയാഘാതങ്ങൾ, പക്ഷാഘാതങ്ങൾ, അംഗവൈകല്യമുള്ള കുട്ടികളുടെ ജനനം, ഇതൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. അതാണ് പറയാനുള്ളത്.